പ്രിയപ്പെട്ടവരെ, കർണാടകയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഐതിഹാസികമായ മഹാസമ്മേളനത്തിന്റെ ആരവം തീർത്തുകൊണ്ടുള്ള ഇതാ കടന്നു വരികയാണ് സയ്യിദുൽ ഉലമ എന്ന കേരളത്തിന്റെ മഹോന്നത നേതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ആനയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സമസ്ത പ്രവർത്തക ആനന്ദത്തോടെ ആവേശത്തോടെ സയ്യിദുൽ ഉലമ എന്ന നായകനെ സ്വീകരിച്ച് ആനയിച്ച് മംഗലാപുരം എന്ന മംഗളദേവി ക്ഷേത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മംഗലാപുരം എന്ന പോലെ ടിപ്പു സുൽത്താനും ഹൈദർ അലിയും വാണ അവരുടെ സൈനിക തലസ്ഥാനമാക്കി വെച്ചിരുന്ന മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് ആ ടിപ്പു സുൽത്താന്റെയും ഹൈദർ അലിയുടെയും നാവികത്താവളമായിരുന്ന, തുറമുഖ നഗരമായിരുന്ന, സൈനിക നഗരമായിരുന്ന, വാണിജ്യ നഗരമാക്കിയിരുന്ന ഈ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് ജഫരി മുത്തുക്കോയ തങ്ങൾ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ പടനായകൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിർവരമ്പുകളും ദേശാന്തരങ്ങളും ഭേദിച്ചുകൊണ്ട് ഇതാ നമ്മുടെ പ്രിയങ്കരനായ നായകൻ കടന്നു വരുന്നു. വാനിൽ തക്ബീറിന്റെ ധ്വനികൾ മുഴങ്ങുന്നു. ഈ മംഗലാപുരം ആവേശത്തിന്റെ അലയൊലിയാൽ ഇതാ നമ്മുടെ നായകനെ സ്വീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു, ആശ്ലേഷിക്കുന്നു, ആനയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ആരവത്തിന്റെ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടെ ഇതാ പ്രിയപ്പെട്ടവരെ, തക്ബീർ മുഴക്കി, ആരവങ്ങൾ മുഴക്കി, ഇതാ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമയെ സ്വീകരിച്ചാനയിക്കുന്ന മനോഹരമായ കാഴ്ച. ഇവിടെ ആളുകളെ എണ്ണത്തിട്ടപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എണ്ണാൻ പോലും ആളുകളെ ഏൽപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇതാ സയ്യിദുൽ ഉലമയെ ഒരു നോക്കു കാണാൻ 10,000 ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇത് കേരളമല്ല, മാമല നാടല്ല, മലയാളത്തിന്റെ മണ്ണല്ല, ഇത് കർണാടകയാണ്. സമസ്തയെ സ്നേഹിക്കുന്ന കർണാടക, സമസ്തയെ ഏറ്റെടുക്കുന്ന കർണാടക, സമസ്തയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ കർണാടക, സുശക്തമായ കർണാടക. ആ കർണാടകത്തിന്റെ മണ്ണിൽ ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നായകൻ കടന്നു വരുന്നു. ഇവിടെ ഈ വേദി ആയിരങ്ങളുടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന 10,000 തിങ്ങി നിറഞ്ഞ മഹാസംഗമം. കുനിയയാണോ ഇത്? അല്ല, കുനിയയുടെ 60 കിലോമീറ്റർ മാറി മറ്റൊരു ദേശമാണ്, മറ്റൊരു സംസ്ഥാനമാണ്. ഒരു സംസ്ഥാന സമ്മേളനം കണക്കെ ഇതാ ഈ മംഗലാപുരത്തിന്റെ മണ്ണിൽ ഈ യാത്ര ഒരു ഐതിഹാസികമായ മഹാസമ്മേളനമല്ല, ഇതൊരു പ്രചാരണ ജാഥയാണ്. ഇതൊരു പ്രചാരണ ജാഥ മാത്രമാണ്. ആ പ്രചാരണ ജാഥ പോലും ഇതാ ഈ കർണാടക ഏറ്റെടുത്ത് നെഞ്ചിലേറ്റുന്ന മനോഹരമായ കാഴ്ച. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉലമയെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ അസാധ്യമാണ്. കാരണം സയ്യിദുൽ ഉലമയുടെ പിന്നിലും 10,000 അണിനിരന്നുകൊണ്ടാണ് ഈ സയ്യിദുൽ ഉലമ എന്ന നമ്മുടെ നായകനെ ആനയിച്ചു കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനിടയിലാണ് നമ്മുടെ നായകനെ സ്വീകരിക്കാൻ, ആനയിക്കാൻ 10,000 കടന്നു വരുമ്പോൾ ആ 10,000 കടലിരമ്പം പോലെ കടന്നു വരികയാണ്. ഇവിടെ ഒരു വലിയ മൈതാനം, ആ മൈതാനം തിങ്ങി നിറയുന്നു. ആ മൈതാനത്തേക്ക് 10,000 ഇതാ ഉറുമ്പ് കൂട് കെട്ടുന്ന പോലെ കൂടുകെട്ടി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിന്ന് സ്വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1926 തുടക്കം കുറിച്ച ഈ മഹനീയമായ മഹാപ്രസ്ഥാനം ശക്തമാണെന്ന് പ്രഖ്യാപിക്കുന്ന മധുര മനോഹരമായ കാഴ്ച. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉലമ എന്ന നായകൻ, സയ്യിദുൽ ഉലമ എന്ന നമ്മുടെ നായകൻ ഇതാ കടന്നു വരികയാണ്.
ഇവിടെയെങ്ങും തക്ബീർ ധ്വനികളുടെ ആരവമാണ്. സുന്നത്ത് ജമാഅത്ത് 100 വർഷം മുമ്പ് സമസ്ത എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെ ഇന്ന് പറയുന്നു, ഇന്നലെ പറഞ്ഞു, നാളെയും അത് തന്നെ പറയും, അത് മാത്രം പറയും. കാലം എത്ര മാറിയാലും കോലം എത്ര മാറിയാലും സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശമുണ്ട്. ആ ആശയാദർശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു വലിയ തലമുറ. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ നായകൻ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആരവങ്ങൾ മുഴക്കി ഇതാ സയ്യിദുൽ ഉലമ നമ്മളിലേക്ക് കടന്നു വരുന്നു. സയ്യിദുൽ ഉലമ കടന്നു വരുന്നു. ആ തന്റെ നായകനെ ഒരു നോക്കു കാണാൻ, തങ്ങളുടെ ഹൃദയത്തിലെ അകതാരിലെ പ്രിയപ്പെട്ട നായകനെ കാണാൻ, സ്വീകരിക്കാൻ, ആനയിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതാ ഐതിഹാസികമായ സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ ഒരു രാത്രിക്ക് മധുരം സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, മർഹബ പാടുന്ന വേദിയിലേക്ക് ആനന്ദത്തിന്റെ ഒരായിരം ആവേശങ്ങൾ കോരിച്ചൊരിയുന്ന രാത്രിയിൽ ഇതാ കൂടി നിൽക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ മൊഴിമുത്തുകൾ വിതറാൻ, നന്മയുടെ വഴികാട്ടിയാകാൻ ഒരു നായകൻ നിങ്ങൾക്ക് മുമ്പിലുണ്ടെന്ന് കാലം നമുക്ക് സമ്മാനിച്ച ആ നായകൻ ഇതാ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. സമസ്ത അത് അജയ്യമാണ്, സുശക്തമാണ്. ഏത് കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ, തട്ടാതെ മുട്ടാതെ പൊട്ടാതെ, ആർക്കും ചവിട്ടാൻ കൊടുക്കാതെ ഒരു വലിയ ജനത ഈ നായകന് പിറകിൽ ഒറ്റക്കെട്ടാണെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന മനോഹരമായ സ്വീകരണം. ഇത് ഒരു ജാഥ മാത്രമാണ്, ഇതൊരു സമ്മേളനമല്ല, ഒരു സംസ്ഥാന സമ്മേളനമല്ല. പക്ഷേ ഇത് അതിലും വലുതാണ്. ഈ ജനത തെളിയിക്കുന്നത് അതാണ്. ഈ ജനതയുടെ മഹത്തരമായ പിന്തുണ നൽകുന്ന സൂചനകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നായകൻ ഇതാ കടന്നു വരുന്നു. ഈ വേദി എല്ലാ കണ്ണുകളും നമ്പർ 1 എന്ന ക്യാപ്റ്റന്റെ വാഹനത്തിലേക്കാണ്. ഈ വേദിയിലെ എല്ലാ കണ്ണുകളും നമ്മുടെ നായകനെ കാണാൻ വേണ്ടിയാണ്. ഈ വേദിയിലെ ഓരോ ആളുകളുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്നത് തക്ബീർ മൊഴികളാണ്. നാവിൽ ഉയരുന്നത് തക്ബീർ ധ്വനികളാണ് ഉയർന്നു കേൾക്കുന്നത്. ആവേശമാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അജയ്യമാണ് സമസ്ത എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന മഹോന്നതമായ മുദ്രാവാക്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ നായകൻ കടന്നു വരികയാണ്. ഇവിടെ എങ്ങും അനിയന്ത്രിതമായ തിരക്കാണ്, ഇവിടെ അനിയന്ത്രിതമായ സാഹചര്യം. വളണ്ടിയർമാർ പാടുപെടുന്നു, വിക്കായ പാടുപെടുന്നു. അത്യന്തം പരിശ്രമം നമ്മുടെ പ്രവർത്തകർക്ക് ഏൽക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആരവങ്ങൾക്കിടയിൽ തങ്ങൾ ഉസ്താദ് നായകൻ, കേരളത്തിന്റെ നായകൻ, നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇതാ കടന്നു വരികയാണ്. 10 ദിവസങ്ങൾ നീണ്ടുനിന്ന കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തമിഴ്നാടും കേരളവും കർണാടകയും താണ്ടി ഇതാ പ്രിയപ്പെട്ട തങ്ങൾ, നമ്മുടെ തങ്ങൾ, ഈ കാലത്തിന്റെ തങ്ങൾ, സമസ്തയുടെ തങ്ങൾ, ഈ ജനതയുടെ തങ്ങൾ, ഈ മനുഷ്യ സമൂഹത്തിന് നേർവഴിക്ക് നടത്തുന്ന നമ്മുടെ പൊന്നു തങ്ങൾ ഇതാ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിതാ കർണാടകയാണ്. ഈ കർണാടകയുടെ മണ്ണിലേക്കാണ് ആരവം മുഴക്കി ഈ പൊന്നു തങ്ങൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം, അനുമോദിക്കണം. അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കണം. ഇതാ മംഗലാപുരത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ട തങ്ങൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, എന്തൊരു ആവേശം ഈ ജനതയ്ക്ക്. ഈ സ്നേഹവായ്പകൾക്ക് മുൻപിൽ പാടുപെടുന്നു നമ്മൾ. ഈ സ്നേഹവായ്പകൾക്ക് മുമ്പിൽ നമ്മളിതാ പൊറുതിമുട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയെ കാണാൻ, അങ്ങയെ ചിന്തിക്കാൻ, അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ഒരു ജനത അത്രമേൽ മനോഹരമായി ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തങ്ങളിതാ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആനന്ദത്തിന്റെ അശ്രുകണങ്ങൾ പൊഴിക്കപ്പെടുന്ന മഹോന്നതമായ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളിതാ
കടന്നു വരികയാണ്. പ്രിയപ്പെട്ട തങ്ങൾ ഇതാ കടന്നു വരികയാണ്. വേദിയിൽ സയ്യിദുൽ ഉലമയെ സ്വീകരിക്കാൻ കർണാടകയുടെ പണ്ഡിത നേതൃത്വം അണിയണിയായി ഇവിടെ വന്നു നിൽക്കുന്നു. അവർക്കിടയിലേക്ക് നമ്മുടെ സയ്യിദുൽ ഉലമ ഇതാ കടന്നു വരാൻ പോകുന്നു. നമ്മുടെ സയ്യിദുൽ ഉലമ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന 10 നാൾ നീണ്ടു നിന്ന സമസ്ത 100ാം വാർഷിക സന്ദേശ യാത്രയുടെ അവസാന ദിവസത്തെ ഈ രാത്രിയിൽ ഇതാ സമസ്തയുടെ അനിഷേധ്യനായ അധ്യക്ഷനെ സ്വീകരിക്കാൻ കർണാടക വീർപ്പുമുട്ടുന്ന, മംഗലാപുരം വീർപ്പുമുട്ടുന്ന ഒരു സ്നേഹത്തിന്റെ പരകോടി കടൽ പോലെ ഒഴുകിയെത്തിയ മനുഷ്യജനങ്ങളുടെ സ്നേഹവായ്പകളാൽ ഈ നഗരവും ഈ മൈതാനിയും വീർപ്പുമുട്ടുന്ന മനോഹരമായ കാഴ്ച. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉലമ കടന്നു വരുന്നു.